വൈകിട്ടത്തെ ഡിന്നർ പരിപാടിക്കുള്ള പ്രിപ്പറേഷൻസിലാണ്. ഞാൻ നമ്മുടെ ലിവറില്ലേ, കോഴിയുടെ ലിവർ, അത് കറി വെക്കാൻ വേണ്ടി പോയതിന് ഞാൻ സവോള, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം എണ്ണയ്ക്കകത്ത് വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് 2 ദിവസമായിട്ട് ഭയങ്കര ബിസിയായിരുന്നു. ചെറിയ ചെറിയ കാര്യങ്ങൾ, ഫാമിലി പ്രോബ്ലംസ് ഒക്കെ ആയതുകൊണ്ട് വീഡിയോ ഒന്നും ഇടാൻ പറ്റിയില്ല. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് തുടർച്ച പോകാം. അപ്പോൾ നമുക്ക് കറി വെക്കാം. ഓക്കേ. അപ്പോൾ അതേ ഉള്ളിയെല്ലാം ഒരുവിധം വാടിയിട്ടുണ്ട്. നമുക്ക് പൊടികളൊക്കെ ചേർക്കാം. ചിക്കൻ മസാല, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ഇവയെല്ലാം കൂടെ ആണ്. ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് വഴറ്റാം. നമ്മുടെ മൈൻഡ് ഓക്കെ അല്ലെങ്കിൽ നമുക്ക് നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന കാര്യങ്ങളൊന്നും ചെയ്യാൻ തോന്നത്തേയില്ല. അതെ, നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടോ? നിങ്ങളാരും എന്നെ ഒരു കമൻറ്റ് പോലും ഇടാത്തത് എനിക്ക് ഭയങ്കര വിഷമാക്കും. ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഈ വീഡിയോ അമ്മേ, മുളക് ചുമച്ചിടപാടത്. ഇത് നമുക്ക് കരൾ അങ്ങോട്ട് ഇടാവേ. കുരുമുളക് ഞാനിപ്പോൾ ചേർത്തിട്ടില്ല. അത് നമ്മൾ വരട്ടി വരുമ്പോൾ ഇച്ചിരി ഗരം മസാലയും കുരുമുളകും കൂടി നമുക്ക് ചേർക്കാം. കരൾ നല്ലതായിട്ട് നമുക്ക് ഇതിനകത്തോട്ട് ചേർക്കാതെ. അയ്യോ, മീനൊക്കെ എന്താ വിലയാണ്, ഭയങ്കര വിലയാണ്. അയലയ്ക്ക് 380, മത്തിയൊന്നും മേടിക്കാൻ പോലും വില. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ഇതാകുമ്പോൾ വലിയ വിലയില്ലല്ലോ, നമ്മൾ സാധാരണക്കാർക്കൊക്കെ മേടിക്കാൻ പറ്റും. നല്ല സാധനമാണിത്, കുട്ടികൾക്കൊക്കെ കൊടുക്കാനും. നോൺ വെജ് നിർബന്ധമുള്ളവർക്ക് എന്തേലും ഒരു നോൺ വെജ് മതിയല്ലോ. ഞാൻ എന്തോ പറയാൻ വേണ്ടിയിട്ട് മറന്നു. കമൻറ്റിൻ്റെ കാര്യം. നിങ്ങളൊക്കെ ഓരോ കമൻറ്റൊക്കെ ഇടണം. എനിക്ക് ഭയങ്കര വിഷമാവുന്നുണ്ട്. ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഈ പിള്ളേരെയും വെച്ചുകൊണ്ട് ഇതെല്ലാം ഇടുന്നുണ്ട്. നിങ്ങളാരും ഒന്നും പറയുന്നില്ല, ഒരു സജഷനോ ഒന്നും പറയുന്നില്ല. എൻ്റെ ഒരു കുറ്റമെങ്കിലും പറ. അപ്പം ഇച്ചിരി ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് വെക്കാം. അപ്പം നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കുന്നു. അപ്പം നമുക്ക് കുറച്ച് വെള്ളം കൂടെ പൊടിയെല്ലാം വഴറ്റി ചേർത്തിട്ട് നമുക്ക് ആവശ്യത്തിന് വേകാനുള്ള വെള്ളവും കൂടെ ഇട്ടിട്ട് നല്ലതായിട്ട് മൂടി വെക്കാം. ദേ കറി നല്ലതായിട്ട് തിളച്ച് വന്നിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ നമുക്കിത് വരട്ടിയെടുക്കണം. കരിയാപ്പല ഇഷ്ടം പോലെ കിട്ടിയിട്ടുണ്ട്. അപ്പുറത്തെ വീട്ടിൽ നിന്ന് ഞാൻ പോയി ഇപ്പോൾ എടുത്ത് ഓടിച്ചുകൊണ്ട് വന്നു. ഇനിയിപ്പോൾ നമുക്കത് പാത്രത്തിലാക്കി വെക്കണം. ഇത് വേകട്ടെ. കരൾ കറിയൊക്കെ വെച്ചു. ചപ്പാത്തിയും കൂട്ടി ഇതേ റയാൻകൂട്ടം കഴിക്കുക. ഞങ്ങളൊക്കെ കഴിച്ച് കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോഴയ്യോ വീഡിയോ എടുത്തില്ലല്ലോ എന്നോർത്ത് ചപ്പാത്തിയും കറിയും കഴിക്കുന്നു.